ഹായ്, ഇന്ന് നമുക്കൊരു കത്തിരി വെച്ചുള്ളൊരു തൈര് കറി ഉണ്ടാക്കിയാലോ. വളരെ നാളായിട്ട് കൊണ്ട് വിചാരിക്കുന്നതാണ്. നമുക്ക് കത്തിരി നല്ലതുപോലെ കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കത് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇതൊരു കത്തിരി വെച്ചുള്ള തൈര് കറിയാണെങ്കിൽ ഇതൊരു ബംഗാളി ഡിഷാണ്. ദാഹി ബൈഗൺ എന്ന് പറയുന്നൊരു ഡിഷ് കൂടിയാണിത്. അവരുടെ ഒരു ഫേവററ്റ് ഡിഷാണ്. നമുക്കത് വട്ടത്തിലിങ്ങനെ മുറിച്ച് ഓരോ സ്ലൈസായിട്ട് എടുക്കാം. ഇങ്ങനെ സ്ലൈസായി എറിഞ്ഞെടുത്ത ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. കൂടെ കുറച്ച് മുളക് പൊടി, അത് സാധാ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ആകാം. കുറച്ച് ഉപ്പും ചേർക്ക് അതിലേക്ക് അല്പം എണ്ണയും കൂടി വീഴ്ത്തി നല്ലതുപോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലതുപോലെ ഈ കത്തിരിയിൽ പിടിക്കണം. അങ്ങനെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോ കത്തിരിയായി ഈ എണ്ണയിലോട്ട് ഇടാം. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് അത് നല്ല മൂപ്പിച്ചെടുക്കണം. 2 സൈഡും നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് ഇത് വേറൊരു പാനിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇത് മുഴുവനും അങ്ങനെ ചെയ്തെടുക്കണം. ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസായ തൈരെടുത്ത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് എടുക്കണം. ഈ തൈര് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കത്തിരി ഇതിലേക്കിടുക. ശേഷം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ അരപ്പെല്ലാം എല്ലാ ഭാഗത്തും പിടിച്ച് നല്ല സെറ്റായി കിട്ടണം. അതിനുശേഷം നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവിട്ട് കൊച്ചുള്ളിയും ഇട്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ താളിച്ചെടുക്കണം. താളിച്ചത് നമുക്ക് ഈ തൈര് കറിയിലേക്ക് വീഴ്ത്താം. അങ്ങനെ സ്വാദിഷ്ടമായ തൈര് കറി അഥവാ ദാഹി ബൈഗൺ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ സ്വാദുള്ളതാണ്. എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.